ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് എത്തുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഫെർട്ടിലൈസറുകൾ കൊടുത്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫെർട്ടിലൈസറുകൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ട് തന്നെയാവും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ചെറിയ സീഡ്ലിങ്സൊക്കെ വാങ്ങി വെച്ച് കറക്റ്റായിട്ട് ഫെർട്ടിലൈസറുകൾ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 5-6 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ചെടികളിൽ വേണ്ടത്ര റിസൾട്ട് തന്നെ കിട്ടും. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ മിക്ക പ്ലാന്റ്സിലും ഇപ്പോൾ ബഡ്ഡുകളും പൂക്കളും ഒക്കെ നിറച്ചുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടറ്റോ ആണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത്. ഇത് ചെടികൾക്ക് നല്ല രീതിയിൽ റൂട്ട് വരാനും അതുപോലെ ചെടികളിൽ നിറച്ച് പൂക്കളുണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഈ ഒരു പൊട്ടറ്റോയുടെ തോടായാലും മതി, ഇനിയിപ്പോൾ പൊട്ടറ്റോ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോടായാലും മതി, നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ 4 ഇരട്ടി വെള്ളം കൂടി ചേർത്താണ് നമ്മളിന്ന് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നൈട്രജനും മഗ്നീഷ്യവും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ളതും പൂക്കാൻ ആവശ്യമായിട്ടുള്ളതും എല്ലാം നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാം. ഓർക്കിഡ് ചെടികൾക്ക് മാത്രമല്ല, ഏത് ചെടികൾക്ക് വേണോ നമുക്ക് കൊടുക്കാം. പൂക്കളുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. അതുപോലെ പച്ചക്കറികൾക്കും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പൊട്ടറ്റോ മുഴുവനായിട്ട് എടുക്കാതെ പൊട്ടറ്റോയുടെ തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് അത് നമുക്ക് മിക്സിയുടെ ജാറിലോ എല്ലാം ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അത് നമുക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയുടെ തോട് ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വെച്ച ശേഷം അത് 4 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാം. ഏത് രീതിയിൽ വേണോ ഈ ഒരു പൊട്ടറ്റോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന് മാത്രമല്ല, ഫെലനോപ്സിസ് ഓർക്കിഡിനും ഏറ്റവും ബെസ്റ്റാണ്. ഏതെങ്കിലും ഒരു തുണിയോ കോട്ടനോ എടുത്ത ശേഷം ഈ ഒരു ഫെർട്ടിലൈസറിൽ അത് മുക്കിയ ശേഷം നന്നായിട്ട് അതിൻ്റെ ലീഫിൽ ഒന്ന് തുളച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഫെർട്ടിലൈസർ അതിൽ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡിലും ഉണ്ടാകുന്നത്. ഓർക്കിഡ് ചെടികൾ വളർത്തുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് കൊടുത്തു നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റുകളായിട്ട് നിങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.